കോട്ടയത്തേക്ക് നമ്മൾ പോകുന്നു. കോട്ടയം ജില്ലയിൽ എന്താ സംഭവിക്കുന്നത് അറിയാൻ ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. കോട്ടയം ജില്ലയിൽ പണിമുടക്ക് എങ്ങനെ പോകുന്നു? യാത്രക്കാർ വലഞ്ഞോ? ഗുഡ് മോർണിംഗ് SKN. രാവിലെ നോക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ കാണാം ഒരു ദീർഘദൂര ബസ്, KSRTC ബസ്സാണ്. ഞാൻ നിൽക്കുന്നത് KSRTC സ്റ്റാൻഡിലാണ്. പത്തനംതിട്ടയ്ക്ക് പോകേണ്ട ബസ്സാണ്. എന്തായാലും ആ ബസ് KSRTC സ്റ്റാൻഡിലെത്തി ഇവിടെ നിന്നും പോയിട്ടുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ ഈ പണിമുടക്കുന്നവർ പറയുന്നത് ഈ ദീർഘദൂര സർവീസ് അവസാനിപ്പിക്കാൻ രാത്രികാലങ്ങളിൽ ഓടിയെത്തുന്ന ബസ്സുകൾ തടയില്ല. കാരണം അത് അവരുടെ ഡിപ്പോയിലേക്ക് പോകുന്ന ബസ്സുകളാണ്. അങ്ങനെയുള്ള ബസ്സുകൾ തടയില്ല. അല്ലാതെ മറ്റ് സർവീസുകളൊന്നും തന്നെ നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ്. കോട്ടയം ഡിപ്പോയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഏകദേശം 68 സർവീസാണുള്ളത്. അതിൽ 2 സർവീസ് മാത്രമാണ് നടന്നത്. ബാക്കി സർവീസുകളൊന്നും തന്നെ നടന്നിട്ടില്ല. ചേച്ചി എവിടെ പോകാൻ വന്നു ചേച്ചി? ഞാൻ തലയോടൊപ്പം രാവിലെ വന്നാണോ? നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇറങ്ങിയതാണ്. SKN ഇതുപോലെയുള്ള ആളുകൾക്കാണ്, അതായത് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഇറങ്ങിയ ആളുകൾക്ക് അവർക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഈ സമരം നടത്തുന്നവരും കൂടി ചേരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ സമരത്തിൽ നിങ്ങൾ വാഹനങ്ങൾ തടയുന്നുണ്ടോ? ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ടോ? കോട്ടയം ഡിപ്പോയിൽ നിന്നും നിലവിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. ഈ സമരം എന്ന് പറയുന്നത് രാജ്യത്തെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് നടപ്പാക്കുന്നതാണ്. KSRTC തൊഴിലാളികളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ആധാരമായ വിഷയം എന്ന് പറയുന്നത് രാജ്യത്തെ ഈ തൊഴിലാളികളുടെ ഒരു തൊഴിൽ നിയമങ്ങളെ വരെ മാറ്റിക്കൊണ്ട് എത്ര സർവീസ് ഇവിടുന്ന് പോയിട്ടുണ്ട്? ഇന്ന് നിലവിൽ ഇവിടുന്ന് പോയത് 3 സർവീസുകൾ മാത്രമാണ്. വരുന്ന സർവീസുകൾ നിങ്ങൾ തടയുന്നു? ദീർഘദൂര സർവീസുകൾ ഇവിടെ ഇന്നലെ ഒക്കെ പോയിക്കുന്ന സർവീസുകളാണ് വന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായ രീതിയിൽ ഇതുവരെ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. എങ്കിലും ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ജീവനക്കാർ തീർച്ചയായിട്ടും അതാണ് അവർ പറയുന്നത്. അതായത് രാത്രിയിൽ പോയി വരുന്ന സർവീസുകൾ തടയാൻ തയ്യാറല്ല. പക്ഷേ പുതിയ സർവീസ്, അതായത് അന്ന് രാവിലെ പോകേണ്ട സർവീസുകളൊന്നും തന്നെ നടക്കുന്നില്ലെന്നാണ്. ഈ സമരത്തെ അനുകൂലിക്കാത്ത സംഘടനയിലുള്ളവർ എന്തായാലും സർവീസിന് തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അടക്കം ഒരു നിലപാട് കൂടി സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നാണ്.